ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന ഡ്രഗ്സിനെ പറ്റിയാണ്. വെയിറ്റ് ലോസ് പ്രൊഡ്യൂസിങ് ഡ്രഗ്സ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാൽ. നമുക്കറിയാം, ഇന്ന് പുതിയ മരുന്നുകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുണ്ട്. പ്രത്യേകിച്ച് 100 കിലോ അല്ലെങ്കിൽ 110, 130 കിലോഗ്രാം തൂക്കമുള്ളവരെ സംബന്ധിച്ചോളം നമുക്ക് ഡയറ്റ് കൊണ്ട് തന്നെ പലപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ പാടാണ്. ഡയറ്റ് ആൻഡ് എക്സസൈസ് അവരെ ആശ്രയിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രഥമ ശ്രേണിയിൽ നിൽക്കുന്നത് ലിറാഗ്ലൂട്ടൈഡ് ആൻഡ് ഡുലാഗ്ലൂട്ടൈഡ്, ഈ രണ്ടും മരുന്നുകളാണ്. ഇത് GLP-1 അനലോഗ്സ് എന്ന് പറയും. ഇഞ്ചെക്റ്റബിൾസ് ആണ്. ഇപ്പം ഡെയിലി നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ചെടുത്താൽ മതി. ലിറാഗ്ലൂട്ടൈഡ് ആകുമ്പോൾ നമുക്കറിയാം അത് 0.6 മില്ലിഗ്രാമിൽ തുടങ്ങി 1.2, 1.8 അല്ലെങ്കിൽ 3 മില്ലിഗ്രാം വരെ ഡോസ്, ഡെയിലി ഡോസ്. അതൊരു പേനയെ എടുക്കുന്നത്, ഇൻസുലിൻ പോലെ ഒരു പേന. അപ്പം ഡെയിലി ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പം 0.6 തുടങ്ങിയ ഫസ്റ്റ് വീക്കിൽ, സെക്കൻഡ് വീക്ക് 1.2 മില്ലിഗ്രാമിലേക്ക് വന്ന് പിന്നെ 1.8 അല്ലെങ്കിൽ 3 മില്ലിഗ്രാം വരെ ഡോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പേനയുടെ കോസ്റ്റ് വരുന്നതിന് 1800 രൂപയെ വരും, ഒരു മാസത്തെ എക്സ്പെൻസ് വരും. അപ്പോൾ നമ്മളങ്ങനെ ഒരു 3 മാസം 2 to 3 months ഒക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 15 കിലോഗ്രാമൊക്കെ വെയിറ്റ്, 15 to 20 കിലോഗ്രാം വെയിറ്റ് നന്നായിട്ട് കുറയും. അതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഡയറ്റും എക്സസൈസും ഇത് കൂടാതെ വേണം. അപ്പോൾ അത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ചിലപ്പം ആദ്യമൊക്കെ വയറ്റിലൊക്കെ പ്രശ്നങ്ങൾ വരാം. ഇൻഡൈജഷൻ, നോസിയ, വോമിറ്റിങ്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ വയറ്റിലൊരു അപ്സെറ്റൊക്കെ വരാം. അത് ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ്, ചിലർക്ക് ലൂസ്റ്റുള്ള ഡയറിയൊക്കെ വരാം. അത് നമ്മൾ കാര്യമായിട്ട് കേൾക്കണം. ഇനിഷ്യൽ ആദ്യത്തെ അവസരങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ 1-2 പേന, ഒരു മാസം ഒരു പേന കുത്തി, അല്ലെങ്കിൽ സെക്കൻഡ് 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത പേന കുത്തി കഴിയുമ്പോൾ അത് മാറിക്കോളും. പിന്നെയുള്ളത് ലിറാഗ്ലൂട്ടൈഡും ഡുലാഗ്ലൂട്ടൈഡ്. ലിറാഗ്ലൂട്ടൈഡ് ആകുമ്പോൾ ഡെയിലി ഇഞ്ചക്ഷനാണ്. ഡുലാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ മരുന്നാകുമ്പോൾ വീക്കിലി ഇഞ്ചക്ഷൻ. അതിലൂടെ കോസ്റ്റ് ആവും നേരം. ഇതിന് 2000 ആണെങ്കിൽ അതിനൊരു 5000 അല്ലെങ്കിൽ ഒരു 4000 രൂപ അടുത്ത് വില വരും. അപ്പോൾ അത് വീക്കിലി ഇഞ്ചക്ഷനാണ്. അത് ഇതേപോലെ തന്നെ ഡോസ് ഒരാഴ്ചയിൽ 1 വെച്ചെടുക്കും. അപ്പോൾ നമ്മളൊരു 2 മാസം കഴിയുമ്പോൾ നമുക്കറിയാം ഒരു 5 to 10 കിലോഗ്രാം കുറയും. 3-4 മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ലോസ് വരും. പക്ഷേ ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളത് മെയിൻ്റനൻസ് ഡോസ് പിന്നെ കൊണ്ടുപോകണം. നിർത്തിയാൽ വീണ്ടും വെയിറ്റ് ഗെയിൻ വരാം. അപ്പോൾ മെയിൻ്റനൻസ് ഡോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിറാക്കെ ആകുമ്പം ഒരു 1.6 മില്ലിഗ്രാം അല്ലെങ്കിൽ 1.8 മില്ലിഗ്രാം നമ്മൾ ഡെയിലി കുത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർക്കാകുമ്പോൾ പ്രയോജനമുണ്ട്, ഷുഗറും കൺട്രോളാം. ഇത് GLP-1 അലോയിൽപ്പെട്ട മരുന്നായ ലിറാഗ്ലൂട്ടൈഡും ഡുലാഗ്ലൂട്ടൈഡും നമുക്ക് ഷുഗറും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതുകൂടാതെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സാണ്. അപ്പോൾ ഇത് ഡയബറ്റിക്കാർക്ക് എല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഷുഗർ താഴ്ന്നു പോകുന്ന മരുന്നല്ല, നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും വേണമെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അഡീഷണൽ ഡ്രഗ്സ് വേറെ വേണ്ടി വരും. ഇത് ഇൻസുലിനാണോ അതല്ല, നമുക്ക് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ, കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ തടയുന്നു. അത് മാത്രമേ മരുന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ കഴിച്ച നമ്മൾ വെയിറ്റ് ഒട്ടും കൺട്രോൾ ചെയ്യാത്ത രീതിയിലുള്ള ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടായില്ല. ഡയറ്റ് ശ്രദ്ധിക്കണം, പറ്റുന്ന എക്സസൈസ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഡെയിലി എടുക്കുന്ന ലിറാഗ്ലൂട്ടൈഡ് 1.2 മില്ലിഗ്രാം അല്ലെങ്കിൽ 1.6 ഡെയിലി എടുക്കുക. അല്ലെങ്കിൽ ഡുലാഗ്ലൂട്ടൈഡ് ആകുമ്പോൾ വീക്കിലി എടുക്കുക. പിന്നെ നമ്മൾ ക്യാൻസറൊക്കെ, ഹോർമോണൽ ക്യാൻസർ, അതായത് നമ്മൾ ഈ ഗ്ലാൻഡുകളിലെ ക്യാൻസർ, പ്രത്യേക തൈറോയ്ഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി, ഇങ്ങനെയുള്ള ഗ്ലാൻഡ്സിലൊക്കെ ക്യാൻസർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവരൊക്കെ ബ്രസ്റ്റിനെ ക്യാൻസർ വന്നവർ ഇത് ഒഴിവാക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത് ഗ്ലാൻഡുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ ഹോർമോൺ ആയതുകൊണ്ട് നമ്മൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം ഗ്ലാൻഡ്സാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയും. അത് പിറ്റ്യൂട്ടറി ഉണ്ട്, തൈറോയ്ഡുണ്ട്, അഡ്രിനലുണ്ട്, ഗൊണാഡ്സ് ഉണ്ട്, ഇങ്ങനെ പല ഗ്രന്ഥികളുണ്ട്, തൈറോയ്ഡുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ മേഖലയിൽ എവിടെ ഒരു ക്യാൻസർ വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ മരുന്ന് ഒഴിവാക്കുന്നതാണ്. സ്റ്റഡീസ് അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ക്യാൻസർ വേണമെങ്കിൽ വരാം, നമ്മളതിനെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഒരു 110, 130, 150 കിലോയൊക്കെ ഉണ്ട്, നമുക്കൊരു 80 കിലോയിലേക്ക് വരണം അല്ലെങ്കിൽ 75 വരണമെങ്കിൽ ഈ മരുന്ന് നല്ലതാണ്. പക്ഷേ മെയിൻ്റനൻസ് ഡോസ് നമ്മൾ വേണ്ടി വരും. നമ്മൾ 3-4 മാസം എടുത്ത് 6 മാസം കൊണ്ട് വെയിറ്റ് കുറച്ചാലും നമ്മൾ മെയിൻ്റനൻസ് ഡോസ് ഒരു ലിറയാണെങ്കിൽ 1.6 അല്ലെങ്കിൽ 1.8 മില്ലിഗ്രാം, മറ്റാണെങ്കിൽ ഒരു 2.4 മില്ലിഗ്രാമൊക്കെ നമ്മൾ ഒരു ഡോസ് വീക്കിലി എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പം കോസ്റ്റ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അത് നമ്മൾ ഒരു മാസം ലിറയാണെങ്കിൽ ഒരു 1800, അല്ലെങ്കിൽ ലുടയാണെങ്കിൽ ഒരു 3000 to 4000 ആ ലെവലിലേ വരുന്നുള്ളൂ. ഇത് വലിയ കോസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡയറ്റ് ശ്രദ്ധിച്ച് എക്സസൈസ് ചെയ്ത് ഈ മരുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സൈഡ് എഫക്ട്സ് കുറവുണ്ട്, ഈ പറഞ്ഞ ചെറിയ സൈഡ് എഫക്ട്സ് ഉള്ളൂ. പിന്നെ ക്യാൻസറൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക. താങ്ക് യു.